പ്രതിപക്ഷത്തിന്റെ നിരന്തര പ്രതിഷേധത്തിന് പിന്നാലെ മണിപ്പൂർ വിഷയത്തിൽ ഒടുവിൽ പ്രതികരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ നടക്കുന്നത് വർഗീയ കലാപമല്ലെന്നും ഗോത്ര സംഘർഷമാണെന്നും രാജ്യസഭയിൽ മോദി ആവർത്തിച്ചു. മോദി കള്ളം പറയുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും ആരോപിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പോലും മണിപ്പൂർ വിഷയത്തിൽ മൗനം തുടർന്ന നരേന്ദ്രമോദി ഏറെ നാളുകൾക്ക് ശേഷമാണ് പ്രതികരിച്ചത്. ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെയായിരുന്നു മോദിയുടെ പ്രതികരണം. മണിപ്പൂരിൽ നടക്കുന്നത് വർഗീയ കലാപമല്ലെന്നും ഗോത്ര സംഘർഷമാണെന്നുമുള്ള നിലപാട് രാജ്യസഭയിലെ നന്ദി പ്രമേയ ചർച്ചയിൽ മോദി ആവർത്തിച്ചു. मणिपुर की घटनाक्रम को जानते हैं, उनको पता है कि वहां का सामाजिक संघर्ष का एक लंबा इतिहास रहा. उस संघर्ष की मानसिकता की जड़ें बहुत गहरी हैं, इसको कोई नकार नहीं सकता. രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളത്തിനിടെയായിരുന്നു മോദിയുടെ മറുപടി പ്രസംഗം. ജനഹിതം അംഗീകരിക്കാൻ പലരും ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി മോദി പ്രതിപക്ഷത്തെ പരിഹസിച്ചു. ഭരണഘടന ഉള്ളതുകൊണ്ടാണ് താൻ മൂന്നാം തവണയും ഇവിടെ ഇരിക്കുന്നതെന്നും മോദി പറഞ്ഞു. എന്നാൽ മോദി കള്ളം പറയുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചും നടുത്തളത്തിലിറങ്ങിയും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ചെയർമാൻ അനുമതി നൽകിയില്ല. ഇതോടെ പ്രതിപക്ഷം മോദിയുടെ പ്രസംഗം പൂർത്തിയാക്കും മുമ്പ് സഭ വിട്ടിറങ്ങിയായിരുന്നു. സഭയിൽ തെറ്റായ കാര്യങ്ങളും കള്ളങ്ങളും പറയുന്നതിനാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പിന്നീട് പ്രതികരിച്ചു. प्राइम मिनिस्टर अपना राष्ट्रपति अभिभाषण पर झूठ बोलना, लोगों को भ्रमित करना और जो सत्य के जो विरोध में बात करना, ये उनकी आदत है. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ നന്ദി പ്രമേയ ചർച്ച രാജ്യസഭയും പാസാക്കി. നരേന്ദ്രമോദിയുടെ 2 മണിക്കൂർ നീണ്ട മറുപടി പ്രസംഗത്തോടെ രാജ്യസഭയും നടപടികൾ പൂർത്തിയാക്കി അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.